ഇന്ത്യൻ ഫുട്ബോളിനും ISL ആരാധകർക്കും സുപരിചിതനാണ് ഇന്നത്തെ അതിഥി. പ്രത്യേകിച്ച് നോക്കൗട്ട് മത്സരങ്ങളിൽ ISLൻ്റെ സെമിഫൈനലിൽ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോളുകളിൽ ഒരെണ്ണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോളടിച്ച താരമാണ് തൃശ്ശൂർ മാജിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. സ്പോർട്ടിംഗ് ഡയറക്ടറായി ഈ സീസണിലും ഇതിനു മുമ്പുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സുശാന്ത് മാത്യു, സ്വാഗതം. എങ്ങനെയാണ് ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു മത്സരം, നോക്കൗട്ട് മത്സരത്തിന് ഒരുങ്ങുന്ന താരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്? ഒബിയസ്ലി പ്ലെയേഴ്സ് മോട്ടിവേറ്റഡ് ആണ്. നമുക്കറിയാം, മാച്ച് ബൈ മാച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീം ഫ്രം ദ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നല്ലൊരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് വന്നു. നമുക്കറിയാം, ഗ്രൂപ്പ് സ്റ്റേജിലും നമ്മൾ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചു. ആദ്യം ഞങ്ങൾക്ക് കുറേ എവേ മത്സരങ്ങളായിരുന്നു. അതിൽ പ്ലെയേഴ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഞങ്ങൾക്ക് നല്ലൊരു യൂണിറ്റിയോട് കൂടി കളിക്കാൻ കഴിഞ്ഞു. പിന്നെ നല്ലൊരു കോച്ചിനെ ഞങ്ങൾ ആദ്യം ഹയർ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. അപ്പോൾ ആ കോച്ചിൻ്റെ ഒരു പ്രൊഫഷണലിസം ഈ ടീമിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. കൂടാതെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ജോപോൾ അഞ്ചേരി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ എന്താ പറയുക, ആഗ്രഹം തോന്നുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന ഒരു ആളാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ജോപോൾ അഞ്ചേരി എന്ന് പറഞ്ഞ ലെജൻഡായിട്ടുള്ള കോച്ച്. അപ്പോൾ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ പ്ലെയേഴ്സ് ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവുകയാണ്. പിന്നെ നമ്മളെ കോച്ചിൻ്റെ ഒരു സ്ട്രാറ്റജി പ്ലെയേഴ്സിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കോച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഓരോ മാച്ചിനും അവരെ വേണ്ട വിധത്തിൽ ഷാർപ്പാക്കി നിർത്താൻ കോച്ച് വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ സംബന്ധിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും നല്ലൊരു കോച്ചിങ് സ്റ്റാഫുകളെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ജോലി കുറവായിട്ടാണ് വരുന്നത്. കാരണം ദിലീപ് മോഹനായാലും, അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ദിലീപ് മോഹനായാലും നമുക്കറിയാം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോച്ചിങ്ങും വളരെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ പ്ലെയേഴ്സ് അത് മനസ്സിലാക്കുന്നു. കാരണം ഒരു ക്വാളിറ്റിയുള്ള കോച്ചിങ് സ്റ്റാഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്ലെയേഴ്സിന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. മാത്രമല്ല, ഞങ്ങളെ ടീമിൻ്റെ ഒരു യൂണിറ്റി ഒരു എക്സ്ട്രാ സ്പെഷ്യലാണ്. ഞങ്ങളെ ബോസ് ആയാലും, ലിസ്റ്റിൻ സ്റ്റീഫൻ ആയാലും, ഇപ്പോൾ ജസ്റ്റിൻ സ്റ്റീഫൻ ആയാലും അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പ്ലെയേഴ്സിന് ഈ ഒരു മാച്ച് ബൈ മാച്ച് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ടീമിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു, ലിസ്റ്റിനും ജസ്റ്റിനും ഒരു എന്താ പറയുക, വെള്ളിത്തിരയും അതുപോലെ ഫുട്ബോളും ഒന്നിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ടീം ഓണർഷിപ്പിലുള്ളത്. പിന്നെ കോച്ചിങ് സ്റ്റാഫ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോപോളേട്ടൻ, ദിലീപ്, അതുപോലെ തന്നെ കോച്ച് ആൻഡ്രേ, ഒരു വ്യക്തമായ ഒരു പദ്ധതി ഇല്ലേ? ഒരു ഡിഫൻസീവ് ഓറിയൻറ്റഡ് ഗെയിം, നല്ല സ്ട്രോങ് ഡിഫൻസ്, കോമ്പാക്ട് ഡിഫൻസ്, ആർക്കും ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ ലക്ഷ്യം? യെസ്, ശരിക്കും നമ്മളെ ഒരു മെയിൻ എയിമാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതൊരു കോച്ചിൻ്റെ ഒരു സ്പെഷ്യൽ ടാക്ടിക്സ് തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള പ്ലെയേഴ്സിനെ എനിക്ക് ഹയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം തൃശ്ശൂർ മാജിക് FC വളരെ പുറകിലായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ടീം ഫോം ചെയ്തത്. അപ്പോഴത്തേനും നല്ല കളിക്കാരൊക്കെ മറ്റ് ടീമുകളെ എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തണമെന്ന് എനിക്ക് ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ടീം മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു, ലിഷൻ സ്റ്റീഫനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നല്ലൊരു സപ്പോർട്ടിംഗ് ആണ് തന്നത്. കാരണം നന്നായിട്ട് തന്നെ ചെയ്തോ, അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ കോച്ചിനെ ഞാൻ ആദ്യം ഹയർ ചെയ്യുന്നത്. അതിനുശേഷം നല്ല പ്ലെയേഴ്സിനെ, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ടീമിലേക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും നല്ല പ്ലെയേഴ്സിനെയാണ്. ഏറ്റവും നല്ല ഡിഫൻഡറായിട്ടുള്ള ISL ചാമ്പ്യനായിട്ടുള്ള ഡിഫൻഡറായിട്ടുള്ള മെയിൽസൺ ആൽവസ്, അദ്ദേഹത്തെ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ നെടും തൂണാക്കിയിട്ട് സെൻറ്റർ ബാക്കായിട്ട് നിലനിർത്തുക, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ നല്ല എന്താ പറയുക, എനർജിക്കായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരിക. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബിബിനാജയെ കൊണ്ടുവരിക, ജിയാദിനെ കൊണ്ടുവരിക, തേജസ് കൃഷ്ണയെ കൊണ്ടുവരിക. പിന്നെ സുമിത് റാട്ടീനെ ഞങ്ങൾ കൊണ്ടുവന്നു. സുമിത് റാട്ടി നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ സുമിത് റാട്ടീൻ്റെ വീട്ടിലെ മദറിൻ്റെ അസുഖങ്ങളായിട്ട് സുമിത് റാട്ടിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ ഞാൻ നല്ലൊരു ടീമിനെയാണ്, സ്ക്വാഡിനെയാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. ആ വന്ന പ്ലെയേഴ്സ് നല്ല പ്രൊഫഷണൽസ് ആയിരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസിങ്ങിൽ വളരെ ഉരുക്കുകോട്ട പോലെ നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെനി റോഡ്രിഗസ് ആയാലും പിന്നെ കട്ടിമണി ആയാലും അതിൻ്റെ ഒരു സപ്പോർട്ടിങ് ടീമിനെ, ബാക്കി ലെനി സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട്, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ടിങ് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെ, ആ ഒരു പ്രത്യേകത വളരെ കൃത്യമായിട്ട് തന്നെ കാണാം. ഈ ഒരു SLK സീസൺ നോക്കുകയാണെങ്കിൽ ടീമിനെ നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്താണ് SLK എന്നുള്ളൊരു ലീഗ് കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ?
ഒബിയസ്ലി വളരെ നല്ലൊരു മാറ്റമാണ് ഉണ്ടാക്കിയത് കേരള ഫുട്ബോളിന്. നമുക്കറിയാം ഒരുപാട് ടാലൻ്റുള്ള കളിക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുണ്ട്. എല്ലാ റൂറൽ ഏരിയയിലും സിറ്റികളിലും എല്ലായിടത്തുമായിട്ട് ഒരുപാട് ടാലൻ്റുള്ള താരങ്ങൾ. 2014 ISL ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം, ഇന്ത്യയിൽ അവതരിപ്പിച്ചതിന് ഒരുപാട് അക്കാദമികളും ഒരുപാട് കുട്ടികളും കളീൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്, ഫുട്ബോളിൻ്റെ കളിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർക്കഥ എന്നോളം പോലും നമുക്ക് കേരളത്തിൽ ഈ സൂപ്പർ ലീഗ് വരാൻ ലേറ്റായി എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ വർഷം മുതലേ വന്നതിൻ്റെ ഒരുപാട് നല്ല നല്ല താരങ്ങൾ പുതിയതായിട്ട് വന്നു. നമുക്കറിയാം അണ്ടർ 23 കാറ്റഗറിയിൽ വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഒരുപാട് നല്ല താരങ്ങൾക്ക് അവസരം കിട്ടുന്നു. അവർ പിന്നെ ഐ ലീഗിലേക്കും ISLിലേക്കും പോകുന്നു. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിനും പിന്നെ വിഭാവനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലാണ് ഈ ടൂർണമെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. എന്തായാലും ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ലേൺ ചെയ്ത് ഇനിയുള്ള സീസണുകൾ ഇതിൽ നന്നായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് നടത്താൻ ലീഗിനും തൃശ്ശൂർ മാജിക്കിനും കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.